അമേരിക്കയിൽ വിവിധ വിസകളിൽ കഴിയുന്ന മലയാളി പ്രവാസികൾക്കും ഉന്നത പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്കും അതീവ നിർണായകമായ ഒരു സുരക്ഷാ മുന്നറിയിപ്പാണ് വിദേശകാര്യ വിദഗ്ധരും ഇമിഗ്രേഷൻ അഭിഭാഷകരും ഇപ്പോൾ നൽകുന്നത്. അമേരിക്കയിലെ ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് വിമാനമാർഗം യാത്ര ചെയ്യുന്നത് മുൻപത്തേക്കാൾ വലിയ ലീഗൽ റിസ്ക് അഥവാ നിയമപരമായ വെല്ലുവിളിയായി മാറിയിരിക്കുന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. H1B വിസ, H4 വിസ, F1 സ്റ്റുഡന്റ് വിസ, OPT, STEM OPT വിസകളിലുള്ളവരും ഗ്രീൻ കാർഡിനായി കാത്തിരിക്കുന്നവരും യുഎസിനുള്ളിൽ യാത്ര ചെയ്യുമ്പോൾ പാലിക്കേണ്ട കർശനമായ നിബന്ധനകളും കയ്യിൽ കരുതേണ്ട അത്യന്താപേക്ഷിതമായ ഔദ്യോഗിക രേഖകളും എന്താണെന്നാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. സാധാരണയായി അമേരിക്കയിൽ നിന്ന് മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് അന്താരാഷ്ട്ര യാത്രകൾ നടത്തുമ്പോൾ മാത്രമാണ് വിമാനത്താവളങ്ങളിൽ കർശനമായ ഇമിഗ്രേഷൻ പരിശോധനകൾ ഉണ്ടാകാറുള്ളത്. എന്നാൽ നിലവിൽ US ട്രാൻസ്പോർട്ടേഷൻ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ, കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ, ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് എന്നീ ഏജൻസികൾ അമേരിക്കയിലെ ആഭ്യന്തര വിമാനത്താവളങ്ങളിലും പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ചും അതിർത്തി സംസ്ഥാനങ്ങൾ, പ്രധാന കണക്ടിംഗ് എയർപോർട്ടുകൾ, ഡൊമസ്റ്റിക് ഗേറ്റുകൾ എന്നിവിടങ്ങളിൽ യാത്രക്കാരുടെ വിസ സ്റ്റേറ്റസ് നേരിട്ട് പരിശോധിക്കുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരികയാണ്. പലപ്പോഴും ആഭ്യന്തര വിമാനയാത്രകളിൽ സംസ്ഥാന ഡ്രൈവിംഗ് ലൈസൻസ് മാത്രം കരുതുന്ന പ്രവാസികൾ എയർപോർട്ടുകളിൽ വെച്ച് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ വിസ രേഖകൾ ചോദിക്കുമ്പോൾ അവ കയ്യിലില്ലാതെ വലിയ നിയമ പ്രതിസന്ധിയിലാകുന്ന സാഹചര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അമേരിക്കൻ ഇമിഗ്രേഷൻ നിയമം അനുസരിച്ച് യുഎസിനുള്ളിൽ യാത്ര ചെയ്യുന്ന ഏതൊരു താൽക്കാലിക വിസ ഉടമയും തങ്ങളുടെ വിസ സ്റ്റേറ്റസ് വാലിഡ് ആണെന്ന് തെളിയിക്കുന്ന ഒറിജിനൽ രേഖകൾ എപ്പോഴും കൈവശം വെക്കണമെന്ന് നിർദ്ദേശിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ യുഎസിൽ കഴിയുന്ന വിദേശികൾക്കായി US ഇമിഗ്രേഷൻ അഭിഭാഷകർ കർശനമായ മുന്നറിയിപ്പുകളും യാത്രാ മാനദണ്ഡങ്ങളും നൽകുന്നുണ്ട്. എന്താണ് ഈ മുന്നറിയിപ്പുകൾ എന്ന് വിശദമായി നോക്കാം. യുഎസിൽ വിമാനമാർഗമോ ബസ്, ട്രെയിൻ മാർഗമോ യാത്ര ചെയ്യുമ്പോൾ താഴെ പറയുന്ന ഔദ്യോഗിക രേഖകളുടെ ഒറിജിനൽ നിങ്ങളുടെ ക്യാരി ഓൺ ബാഗിൽ സുരക്ഷിതമായി കരുതേണ്ടതുണ്ട്. ഒന്നാമതായി നിശ്ചിത കാലാവധിയുള്ള വാലിഡ് പാസ്പോർട്ട് ആണ്. രണ്ടാമതായി USCIS നിങ്ങൾക്ക് നൽകിയിട്ടുള്ള വാലിഡ് ഫോം I-797 ആണ്. H1B, L1, H4 വിസ ഉടമകൾ തങ്ങളുടെ നിലവിലെ നിയമപ്രകാരമായ ലീഗൽ സ്റ്റേറ്റസ് തെളിയിക്കുന്നതിന് ഈ രേഖ കയ്യിൽ കരുതേണ്ടതുണ്ട്. മൂന്നാമതായി F1 സ്റ്റുഡന്റ് വിസയിൽ ഉള്ളവർ തങ്ങളുടെ സർവകലാശാല നൽകിയ ഏറ്റവും പുതിയ ഫോം I-20 കയ്യിൽ കരുതണം. ഇതിൽ ഡെസിഗ്നേറ്റഡ് സ്കൂൾ ഒഫീഷ്യലിന്റെ ഏറ്റവും പുതിയ ട്രാവൽ സിഗ്നേച്ചർ ഉണ്ടായിരിക്കണമെന്നത് നിർബന്ധമാണ്. നാലാമതായി EAD കാർഡ് ഉള്ളവർ, പ്രത്യേകിച്ചും OPT, STEM OPT അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് പെൻഡിംഗ് അപേക്ഷകർ തങ്ങളുടെ ഒറിജിനൽ EAD കാർഡ് യാത്രാവേളയിൽ കയ്യിൽ കരുതേണ്ടതുണ്ട്. അഞ്ചാമതായി ഏറ്റവും ഒടുവിലത്തെ ഫോം I-94 ആണ്. ഇത് അറൈവൽ ഡിപ്പാർച്ചർ റെക്കോർഡിന്റെ പ്രിന്റ് ഔട്ട് ആണ്. US CBP ഔദ്യോഗിക പോർട്ടലിൽ നിന്ന് നിങ്ങളുടെ ഏറ്റവും പുതിയ I-94 വിവരങ്ങൾ പ്രിന്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. അമേരിക്കയിലെ റിയൽ ID നിബന്ധനകളും ഇതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. സംസ്ഥാനങ്ങൾ നൽകുന്ന ഡ്രൈവിംഗ് ലൈസൻസുകൾ റിയൽ ID അത് നിങ്ങളുടെ ഇമിഗ്രേഷൻ സ്റ്റേറ്റസിനുള്ള പൂർണ്ണമായ തെളിവല്ല. വിസ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് സ്റ്റേറ്റസ് അപേക്ഷകൾ USCISൽ പെൻഡിങ്ങിലുള്ള വ്യക്തികൾ ആഭ്യന്തര യാത്രകൾ നടത്തുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണം. നിങ്ങളുടെ വിസ കാലാവധി അവസാനിക്കുകയും പുതിയ അപ്രൂവൽ നോട്ടീസ് ലഭിക്കാതിരിക്കുകയും ചെയ്ത അവസ്ഥയിൽ കേവലം റെസിപ്റ്റ് നോട്ടീസ് മാത്രം കയ്യിൽ വെച്ച് യാത്ര ചെയ്യുന്നത് ചില സമയങ്ങളിൽ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥരുടെ സെക്കൻഡറി ഇൻസ്പെക്ഷന് കാരണമായേക്കാം. ഇത്തരം ചോദ്യം ചെയ്യലുകളും അനാവശ്യ സങ്കീർണതകളും ഒഴിവാക്കാൻ അടിയന്തരമല്ലാത്ത യാത്രകൾ നീട്ടിവെക്കുന്നതാണ് ഉചിതമെന്നാണ് ഇമിഗ്രേഷൻ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. നിങ്ങൾ എയർപോർട്ടുകളിൽ വെച്ച് പരിശോധിക്കപ്പെടുകയാണെങ്കിൽ പരിഭ്രാന്തരാകാതെ ശാന്തമായി ഉദ്യോഗസ്ഥരുമായി സഹകരിക്കുക. നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുകയും നിങ്ങളുടെ കൈവശമുള്ള ഒറിജിനൽ വിസ രേഖകൾ കാണിക്കുകയും ചെയ്യുക. ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉദ്യോഗസ്ഥർ പ്രകടിപ്പിച്ചാൽ നിങ്ങളുടെ ഇമിഗ്രേഷൻ അറ്റോർണിയുടെയോ അല്ലെങ്കിൽ കമ്പനി HR വിഭാഗത്തിന്റെയോ കോൺടാക്ട് വിവരങ്ങൾ കൈമാറാൻ തയ്യാറായിരിക്കണം. യാത്രാവേളയിൽ വിസ രേഖകൾ ഒരിക്കലും ചെക്ക് ഇൻ ലഗേജുകളിൽ വെക്കരുത്. അവ എപ്പോഴും നിങ്ങളുടെ കൈവശമുള്ള ഹാൻഡ് ബാഗിൽ തന്നെ സൂക്ഷിക്കണം. അമേരിക്കയിലുള്ള മലയാളി പ്രവാസികളും കുടുംബങ്ങളും വിദ്യാർത്ഥികളും ഡൊമസ്റ്റിക് വിമാനയാത്രകൾ ആസൂത്രണം ചെയ്യുമ്പോൾ ഈ സുരക്ഷാ നിബന്ധനകൾ കൃത്യമായി പാലിക്കുകയും ആവശ്യമായ എല്ലാ രേഖകളും കയ്യിൽ കരുതുകയും വേണം. വിദേശ രാജ്യങ്ങളിലെ ഇമിഗ്രേഷൻ നിയമങ്ങളെക്കുറിച്ചും വിസ അപ്ഡേറ്റുകളെക്കുറിച്ചുമുള്ള കൃത്യമായ വിവരങ്ങൾ തത്സമയം അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക.